ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യായുടെ പുസ്തകം 66 അധ്യായത്തില് 1, 2 വചനം ഇപ്രകാരം പറയുന്നു: ആകാശം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠവും. എന്തു ഭവനമാണ് നിങ്ങൾ എനിക്ക് നിർമ്മിക്കുക? ഏതാണ് എന്റെ വിശ്രമസ്ഥലം? കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ക്ലാസ്സിൽ എഫെസ്യസ്കാർക്ക് എഴുതിയ ലേഖനം 2 അധ്യായത്തിലെ 10 വചനം ഇത് തന്നെയാ പറയുന്നത്. ഏതാ? നാം ദൈവത്തിന്റെ കരവേലയാണ്. ഭൂമിയും അതിലുള്ള സമസ്തവും ദൈവം സൃഷ്ടിച്ചതാണ്. ഹല്ലേലൂയ. മനുഷ്യൻ ഉൾപ്പെടെ ദൈവമാണ് ഈ എല്ലാം. സമസ്തവും ഭൂമിയെ സൃഷ്ടിച്ചു, അതിലുള്ള വസ്തുക്കളെയും എല്ലാം ദൈവം സൃഷ്ടിച്ചു. ആമേൻ. എന്നിട്ട് പറയുന്നത്, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ആമേൻ. അപ്പൊ നോക്കണേ, ഒരു രാജാവിന്റെ കീഴിൽ നമ്മൾ നിൽക്കുമ്പോൾ എത്രത്തോളം നമ്മൾ ഭയഭക്തിയോടെ അവന്റെ കൽപ്പനകൾ അനുസരിക്കണം എന്നുള്ള പ്രാധാന്യം ആരും ഇവിടെ കൊടുക്കുന്നില്ല. ആമേൻ. ഒരു രാജാവിന്റെ കീഴിലാണ് നീ ജീവിക്കുന്നെങ്കിൽ, ആ രാജാവാണ് നിന്നെ പരിപാലിക്കുന്നെങ്കിൽ, നീ ആ രാജാവും പറയുന്നത് കേൾക്കണം. ഹല്ലേലൂയ. അതാണ് നീതിമാൻ. നീതിമാന്റെ പ്രാർത്ഥന മേഘം തുളച്ചു കയറുന്ന പറയുന്നത്. നീതിമാന്റെ നേരെയാണ് ദൈവത്തിന്റെ കണ്ണും കാതും അവന്റെ പ്രാർത്ഥനയ്ക്ക് നേരെയാണ്. അതുകൂടാതെ തന്നെ പാപം ചെയ്യുന്നവരിൽ നിന്ന് മുഖം മറച്ചിരിക്കാന്ന് പറയുന്നത്. ആമേൻ. അത് 1 പത്രോസ് 3:12 പറയുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മളൊരു രാജാവിന്റെ കീഴിലാണ്. ഈ കൽപ്പനയാണ്, രാജാവിന്റെ കൽപ്പനയാണ്. അപ്പൊ നിനക്കൊരു രാജാവിന്റെ കീഴിലാണെന്നും, അങ്ങനെ നീ കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ നമുക്ക് തകർച്ച ഉണ്ടാവുമെന്നുള്ള ഒരു ബോധ്യമുണ്ടെങ്കിൽ നീ തെറ്റ് ചെയ്യല. ഈ ബോധ്യമാണ് മനുഷ്യന് വേണ്ടത്. കാരണം അവന്റെ ശിരസ് ക്രിസ്തുവാണ്. അവന്റെ മേൽ അധികാരം ക്രിസ്തുവിനാണ്, മനുഷ്യന്റെ മേൽ, അതായത് സ്ത്രീയും പുരുഷനും. അതുപോലെ എല്ലാത്തിന്റെ മേൽ, അത് വൃക്ഷങ്ങളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും പക്ഷികളാണെങ്കിലും എല്ലാത്തിന്റെ മേൽ കർത്താവിന്. അവരെല്ലാം കർത്താവിനെ അനുസരിക്കുന്നുണ്ട്. പക്ഷെ ഈ മനുഷ്യൻ മാത്രമാണ് കർത്താവിനെ, ദൈവത്തെ അനുസരിക്കാത്തത്. അതുകൊണ്ട് കർത്താവിന്റെ കൽപ്പന അനുസരിച്ചാലുള്ളൂ നിന്നിൽ കർത്താവ് പ്രസാദിക്കുള്ളൂ, നിന്നോട് ദൈവം സംസാരിക്കുള്ളൂ. ആമേൻ. നിന്നോട് ദൈവം സംസാരിക്കുന്നു. ഒരു രാജാവ്, ഒരു ജീവിക്കുന്ന ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് നീ ആ രാജാവ് നിന്നോട് സംസാരിക്കുന്നില്ല? പക്ഷേ ആ ദൈവം നിന്നോട് സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിന്റെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ദൈവമാണ് നിയന്ത്രിക്കുന്നത്. ഈ ഭൂമിയിലെ എല്ലാം ദൈവമാണ് നിയന്ത്രിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയും, ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നു. 1. 2, ഭൂമി സൂര്യന് ചുറ്റും വലയം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നിട്ടോ ഈ ഭൂമിയിലുള്ള കെട്ടിടങ്ങളും ഇതിലെല്ലാം കൊണ്ടും ഇതിങ്ങനെ ചുമന്ന് നടക്കുകയാണ് ഇങ്ങനെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവെ നന്ദി, യേശു സ്തോത്രം. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തില് 1 അധ്യായം, ഹെബ്രായർ 1 അധ്യായത്തിൽ പറഞ്ഞതെന്ന് നോക്കുകയും 3 വചനം നിങ്ങളോട് വായിച്ചു നോക്കുകയും, അവൻ അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും സത്യയുടെ മുദ്രയുമാണ്. അവൻ എന്ന് പറഞ്ഞാൽ യേശു, അവിടുത്തെ എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന്റെ തേജസ്സാണ്. ഓക്കെ. പിന്നെ പറയുന്നത് എന്താണ്? തന്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഭൂമി അതിന്റെ ഭ്രമണത്തിൽ ഇങ്ങനെ കറങ്ങണം. ഇതിനെ താങ്ങി നിർത്തുന്ന ആരാ? ഇതിനെ താങ്ങി നിർത്തുന്നത് അവന്റെ ശക്തി. അതാണ് അവന്റെ യേശുവാണ്, വചനമാണ് താങ്ങുന്നത്. അവന്റെ ശക്തിയുടെ വചനത്താൽ താങ്ങി നിർത്തുവാണ്. ഇതാണ് ദൈവത്തിന്റെ അനന്ത ശക്തി. ആ ദൈവത്തോട് നീ മറുതലിക്കുകയാണ്. ആ ദൈവത്തിന്റെ കരത്തിന് കീഴിൽ നീ താഴ്മയോടെ നിന്നാൽ മതി. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കരത്തിൽ നീ താഴ്മയോടെ നിൽക്കണം. അതാണ് എളിമ. നീ ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ട. കാരണം എല്ലാ കഴിവും നിനക്ക് ദൈവമാണ് തന്നത്. ദൈവമാണ് നിനക്കെല്ലാം തന്നിരിക്കുന്നത്. ആ ദൈവത്തോട് നീ മറുതലിക്കുക. ആമേൻ. ഹല്ലേലൂയ. വീണ്ടും സങ്കീർത്തനത്തിന്റെ പുസ്തകം 147 അധ്യായത്തിൽ എന്താ പറയുന്നത് നോക്കിയേ? 10 വചനം. പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല, ഓട്ടക്കാരന്റെ ശീത്രതയിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല. തന്നെ ഭയപ്പെടുകയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവനിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. കർത്താവിന് നിന്നെ കൊണ്ടൊന്നും ഒരാവശ്യമില്ല.
കർത്താവാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. നിന്നെ വിലയ്ക്ക് വാങ്ങിച്ചു. ഹല്ലേലൂയ. നീ അവന്റെ സ്വന്തമായി കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ടോ നീ അവന്റെ കൽപ്പന അനുസരിച്ച് അവന് വിധേയപ്പെട്ടു നിന്നാലോ നിന്നെ കർത്താവ് ഉയർത്തും. ഹല്ലേലൂയ. യേശുവെ നന്ദി. ഉൽപ്പത്തിയില് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നിട്ടോ അതിന്റെ മേൽ അധികാരം ഈ പുരുഷനാണ് കൊടുത്തിരിക്കുന്നത്. പുരുഷൻ അവനെ ഭൂമിയിൽ വെച്ചിരിക്കുകയാണ്. കർത്താവ് ദൈവത്തിന്റെ സ്ഥാനത്താണ് സ്ത്രീയും പുരുഷൻ നിൽക്കുന്നത്. അവനാണ് ലോകത്തെ നയിക്കേണ്ടത്. അതിനുള്ള ശക്തി അവരിലിട്ടിട്ടുണ്ട്. പക്ഷേ അത് അവർ കടന്നു മുടിച്ചു. എന്നിട്ടോ പിശാച് പറഞ്ഞത് കേട്ടതുകൊണ്ട് എന്തുപറ്റി? ഈ ഭൂമി മലിനമായി. ഹല്ലേലൂയ. യേശുവെ നന്ദി. ഹല്ലേലൂയ. യേശുവെ സ്തോത്രം. അപ്പൊ നോക്കിക്കേ, ഇന്ന് ഈ ഭൂമി മനുഷ്യന്റെ ദുഷ്ടത മൂലം മലിനമായി എന്നാണ് ഈ ദൈവം പറഞ്ഞത്. അതുകൊണ്ടോ എന്റെ ചൈതന്യം അവരിൽ നിന്ന് ഞാൻ എടുത്തു മാറ്റും. ഞാൻ മനുഷ്യനെ തുടച്ചു മാറ്റും. ഇന്നും ദൈവം തീരുമാനിച്ചാൽ ദൈവം എടുത്തു മാറ്റും. ഇവിടുത്തെ ഒരു ഭരണാധികാരിക്കും നമ്മുടെ മേൽ അധികാരമില്ല. എല്ലാ രാജാക്കന്മാരെയും കർത്താവ് തുടച്ചു മാറ്റും. ആരൊക്കെ അനീതി പ്രവർത്തിക്കുന്നു അവരൊക്കെ ദൈവം തുടച്ചു മാറ്റും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് വെളിപാട് പുസ്തകം 21 അധ്യായത്തിൽ പറഞ്ഞ ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും കർത്താവ് സൃഷ്ടിക്കും. അതാണ് യേശുവിന്റെ രണ്ടാം വരവിൽ സംഭവിക്കുന്നത്. വെളിപാടിന്റെ പുസ്തകം 21 അധ്യായത്തിൽ പറഞ്ഞ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. ഇതാണ് രണ്ടാം വരവ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഒരു രാജാവിന്റെ കീഴിലാണ് ഞാൻ നിൽക്കുന്നത്. ആ രാജകീയ കൽപ്പന നീ അനുസരിക്കാതെ നീ ആ രാജാവുമായിട്ട് നിനക്ക് ബന്ധം വേണം. ആ രാജാവിന്റെ ഭരണത്തിന് കീഴിലാണെങ്കിൽ ആ രാജാവുമായിട്ട് നിനക്ക് ബന്ധം വേണം. ഭൂമിയിൽ നിനക്ക് സ്വർഗവുമായിട്ട് ബന്ധം വേണം. അതാണ് യേശു ഭൂമിയിലായിരുന്നപ്പോഴത്തേക്കും പിതാവുമായിട്ടായിരുന്നു നിരന്തരം സമ്പർക്കം. അതുപോലെ നിനക്ക് സ്വർഗവുമായിട്ട് സമ്പർക്കം വേണം. എന്നിട്ട് ആ ദൈവം പറയുന്നത് പോലെ നീ കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ നമ്മുടെ ബുദ്ധിയിൽ തോന്നുന്നു ചെയ്താൽ അവസാനം എങ്ങും എത്തിയല്ല, എല്ലാം നാശത്തിനും. അപ്പോൾ രാജകീയ ഭരണത്തിന്റെ കീഴിലാണ് നീ. ഈ ലോകമല്ല. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ എന്താ പറഞ്ഞറിയാം? നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പൊ ഈ ഭൂമിയിലല്ല നമ്മൾ, ഈ ഭൂമിക്ക് വേണ്ടിയല്ല നമ്മൾ ജീവിക്കേണ്ടത്. ഈശോ പറഞ്ഞറിയാം, ഇതെന്റെ ലോകമല്ല. അതിന്റെ അടുത്ത് തന്നെ ഈശോ രണ്ടാമത് വന്ന് ഇതിനെ പുതിയ ആകാശവും പുതിയ സ്വർഗവും പുതിയ ജെറുസലേമും ഒക്കെ കർത്താവ് സൃഷ്ടിക്കും. അതുവരെ നീ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തിന്റെ കീഴിൽ നിന്നാൽ അനുഗ്രഹവും ഐശ്വര്യവും പ്രാപിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവേ നന്ദി. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്.